ഹലോ. അപ്പം ഞാനീ പോയിക്കൊണ്ടിരിക്കുന്നതേ നമ്മുടെ നടവരമ്പുള്ള വെൽവിക്സ് കമ്പനിക്കാട്ടാ. ഇതിന് മുന്നേ ഞാൻ അവിടുത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് അതിലും അടിപൊളി ഒരു വീഡിയോ ആണ്. അത്ര മനോഹരമായിട്ടാട്ടാ ഇവിടെ ഒരു അലങ്കാര വിളക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ആവണങ്ങാട് അമ്പലത്തേക്ക് ഉത്സവത്തിന് കൊണ്ടുപോകാനുള്ള വിളക്കാണ്. ഇലകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു ആൽമരം, 101 തിരികളിട്ട് കത്തിക്കുന്ന ഒരു വിളക്കാണ് കേട്ടോ, അലങ്കാര വിളക്ക്. ഒരു മരത്തിൽ എന്തൊക്കെ ഉണ്ടാവും അതെല്ലാം ഈ വിളക്കിൽ ചെയ്തിട്ടുണ്ട്. പക്ഷികളാണെങ്കിലും അണ്ണാറക്കണ്ണൻ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞേക്കാളും കൂടുതൽ ഞാൻ ഈ വീഡിയോയിലെല്ലാം നല്ലോണം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും കേട്ടോ. ഷീറ്റ് മുകളിൽ ഷീറ്റ് കെട്ടിയണം അതുകൊണ്ട് കുറച്ചൊരു ഇതുണ്ടാവും. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കും. ഞാനിങ്ങനെ ഇതിനെപ്പറ്റി വർണ്ണിക്കാനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. ഇത് ഈ കമ്പനിത്തെ ഓരോരുത്തരും ഞാൻ എടുത്തെടുത്ത് പറയണില്ല, എല്ലാവരുടെയും ഒരു പ്രയത്നം തന്നെ കേട്ടോ ഈ ഇവിടെ കാണുന്നത്. ഇതിന് മുന്നും ഞാൻ ഇവിടുത്തെ ഓരോ വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്, മുന്നത്തെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ കാര്യങ്ങളും വീഡിയോസുകളൊക്കെ ഞാൻ ഇടാറുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാവരും ഒന്ന് കണ്ടു നോക്കിയോളൂ. ചിന്തീ പൊരി ചിന്തണ ചോലകൾ ചിന്താരകൾ ചോക്കണതോ മതയാനകൾ മ്ലാവ് കരിമ്പുലി കലിവാഴണ കാനനമോ കരിന്തേളുകൾ വള്ളി കരാളികൾ കരിമൂടിയ വേടനീതോ നരചോര പരന്ന പെരും വടിനായാടിയ കാഹളമോ ചിന്തീ പൊരി ചിന്തണ ചോലകൾ ചിന്താരകൾ ചോക്കണതോ മതയാനകൾ മ്ലാവ് കരിമ്പുലി കലിവാഴണ കാനനമോ കരിന്തേളുകൾ വള്ളി കരാളികൾ കരിമൂടിയ വേടനീതോ നരചോര പരന്ന പെരും വടിനായാടിയ കാഹളമോ. കണ്ടില്ലേ നമ്മുടെ വിളക്ക് എന്തൊരു മനോഹരമായിട്ടിരിക്കണേ, അത്ര ഭംഗിയിൽ കാണാനായിട്ട്. നമുക്കിവിടെ കുറച്ച് ലൈറ്റിൻ്റെ ഇതുണ്ട്, എന്നാൽ കൂടി നമ്മൾ അമ്പലത്തിൽ ചെന്ന് കണ്ടപ്പോൾ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും. അത്രയ്ക്ക് ഭംഗിയായിരുന്നു കാണാനായിട്ട്. നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ. എന്നാലും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മുടെ ഉത്സവത്തിൻ്റെ അന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ പോകണം. അത്രയ്ക്ക് അമ്പലം കാണാനാണെങ്കിൽ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് നമുക്ക് വർണ്ണിക്കാൻ വാക്കുകളില്ല, അത്രയ്ക്ക് ഭംഗിയിലായിരുന്നു ഇരുന്നത്. നമുക്ക് വീഡിയോസ് എടുത്തതിൽ കുറച്ച് ക്ലാരിറ്റി കുറവും കാര്യങ്ങളുണ്ട് കേട്ടോ. വെച്ചാൽ അവിടെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് പോയി ചേട്ടന്മാരിൽ തന്നെയാണ് ഞാൻ ഫോൺ കൊടുത്ത് എടുത്തത്. അവർ തന്നെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നത് കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ ആ തിരക്കിൻ്റെ ഉള്ളിൽ എടുത്ത കാരണം കൊണ്ട് നല്ലൊരു ഇതുണ്ട്, ക്ലാരിറ്റി കുറവും കാര്യങ്ങളുണ്ട്. എന്നാലും അവരെനിക്ക് ഇത്രയും ചെയ്താൽ തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാൻ കുറേ പറഞ്ഞ് അവർ അവിടെ ചെന്ന് സംസാരിച്ചതിന് ശേഷം ആരും സമ്മതിക്കുന്നുണ്ടായില്ല വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറ്റില്ലല്ലോ അമ്പലത്തിൽ. അപ്പോൾ അവർ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ വിളക്കിൻ്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു എടുത്തുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തതായിരുന്നു. എന്നാലും തിരക്കാണല്ലോ, അതിൻ്റെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. എന്നാലും എല്ലാവരും കണ്ടോളട്ടെ, അത്രയ്ക്ക് ഭംഗിയാണ് കാണാനായിട്ട് വിളക്കും അമ്പലവും കാര്യങ്ങളൊക്കെ. നാലുകാലുള്ള പന്തലിൽ താഴെ കത്തുന്ന നിലവിളക്കും പീഠത്തിൽ കുറുവടിയും ചേലിൽ പൊന്നുടയാടകളും പൊന്നുണ്ണിമായ വരാൻ നോമ്പുമായി കോമരം കുളിക്കുറിയായി പൊന്നിന്റെ അരമണിക്കിലുക്കവും പൊന്നൊളി പരത്തി നിവാ തൊഴുകൈ കൂപ്പി നിന്നടിയൻ അതമലരായി തീർന്നലിയാൻ ശങ്കരസൂനോ സങ്കടം തീർക്കും വിഷ്ണുമായ സ്വാമി പാർവതി മാതാ പാരിനു നൽകിയ പഞ്ചാമൃതം സ്വാമി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാനെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതിട്ടാ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ വരാട്ടാ. ബായ്.